വെറും 2 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ശർക്കര ജിലേബിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഉഴുന്ന് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കാതെ വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല ജിലേബി. അപ്പം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് ലൂസാക്കി കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബോട്ടിലോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലോ ഒറ്റം ആക്കിയിട്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കാം. ഞാനൊരു പാത്രത്തിൽ ഒരു 3 ആണി ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചേർത്തു എന്നുള്ളൂ. ഈ ശർക്കരൻ്റെ അളവൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. എന്നിട്ട് ഇതിങ്ങനെ ഒരു ശർക്കര പാനിയായി കഴിയുമ്പോൾ ചെറിയ തീയിൽ അവിടെ തന്നെ വെക്കുക. ഇത് നമ്മൾക്ക് ചൂടോടെ ജിലേബി ഈ ഇളം ചൂടുള്ള ശർക്കര പാനിയിൽ ഇടണം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടാക്കുക. ഒരു പാനിൽ ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മളെ ബാറ്റർ ഈ നോസിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചെറുതോ വലുതോ ഏത് ഷേപ്പിലുള്ള ജിലേബി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെന്ത് കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയി വരുമ്പോൾ നമുക്ക് കോരി എടുത്തിട്ട് ചൂടോടെ തന്നെ നമ്മളെ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ശർക്കരപ്പാനിയിൽ വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് ഏലക്കാപ്പൊടിയോ ജീരകപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റെങ്കിലും മുങ്ങി കിടക്കണം. അപ്പോഴാണ് നല്ലൊരു ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് വരുള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.